പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സായുധ സംഘമായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് യു.എസ്. ദ മജീദ് ബ്രിഗേഡ് എന്ന പേരിലും അറിയപ്പെടുന്ന BLAയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയാണെന്ന് യു.എസ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. പാകിസ്ഥാനിലെ തെക്കുപടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി പോരാടുന്ന സംഘടനയാണ് BLA. 2019 യു.എസ്. BLAയെ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് SDGT ആയി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് 6 വർഷത്തിനു ശേഷം വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത്. 2024 കറാച്ചിയിലെ വിമാനത്താവളത്തിനും ഗ്വാദർ തുറമുഖ അതോറിറ്റി സമുച്ചയത്തിനു സമീപമുള്ള ചാവേർ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം BLA ഏറ്റെടുത്തിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് യു.എസിന്റെ നടപടി. 2025 പെട്ടയിൽ നിന്ന് പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ട്രെയിൻ തട്ടിയെടുത്തതിന്റെ ഉത്തരവാദിത്തവും BLA ഏറ്റെടുത്തിരുന്നു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ട്രംപ് ഭരണകൂടങ്ങളുടെ പ്രതിബദ്ധതയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് സ്വീകരിച്ച നടപടി. ഈ ഭീഷണിക്കെതിരായ അമേരിക്കയുടെ പോരാട്ടത്തിൽ ഭീകരവാദ പദവികൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ പരിമിതപ്പെടുത്തുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണിത് എന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. നേരത്തെ പാകിസ്ഥാനും BLAയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. യു.എസും ചൈനയും തമ്മിലുള്ള പുതിയ വ്യാപാര ഉടമ്പടി അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഈടാക്കുന്നത് വൈകിപ്പിക്കുന്ന ഉത്തരവിൽ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചതായി റിപ്പോർട്ട്. അധിക താരിഫുകൾ ഈടാക്കുന്നത് 90 ദിവസത്തേക്ക് കൂടി നീട്ടിവെക്കുമെന്ന് ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേണലും CNBCയും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് വൈറ്റ് ഹൌസ് പ്രതികരിച്ചില്ല. ഈ വർഷം ആദ്യത്തിൽ യു.എസും ചൈനയും പരസ്പരം ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യാപാര യുദ്ധത്തിലായിരുന്നു. തുടർന്ന് മെയ്യിൽ ഇരു രാജ്യങ്ങളും അവ തൽക്കാലത്തേക്ക് കുറയ്ക്കാൻ സമ്മതിച്ചു. ചൈനയ്ക്കുള്ള സമയം നീട്ടിയതിനെ സംബന്ധിച്ച് ട്രംപിനോട് ചോദിച്ചപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാമെന്നും അവർ വളരെ നന്നായി പെരുമാറുന്നുണ്ട്, പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഞാനും തമ്മിലുള്ള ബന്ധം വളരെ മികച്ചതാണെന്നുമാണ് പ്രതികരിച്ചത്. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം യു.എസ്. നേടിയ താരിഫ് വരുമാനത്തെക്കുറിച്ചും ട്രംപ് പറഞ്ഞു. രണ്ട് രാഷ്ട്രതലവന്മാർ തമ്മിൽ ഫോൺ കോളിലുണ്ടായ സുപ്രധാന സമവായത്തെ പിന്തുടരാൻ യു.എസ്. ചൈനയുമായി പ്രവർത്തിക്കുമെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞത്. സമത്വം, ബഹുമാനം, പരസ്പര നേട്ടം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നല്ല നേട്ടങ്ങൾക്കായി വാഷിംഗ്ടൺ പരിശ്രമിക്കുമെന്ന് ചൈന പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ പുതിയ ഉത്തരവിന്റെ പൂർണ്ണരൂപം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 90 ദിവസത്തെ കാലാവധി നീട്ടിയതോടെ നവംബർ ആദ്യത്തിൽ ചൈനയ്ക്ക് നൽകിയ ഇളവ് അവസാനിക്കുമെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. യു.എസിന്റെ പുതിയ താരിഫുകളുടെ ആഘാതം നികത്തുന്നതിനായി ഇന്ത്യ മറ്റു വഴികൾ തേടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി 20 നിന്ന് 50 രാജ്യങ്ങളിലേക്ക് വർദ്ധിപ്പിച്ചതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലെ വിപണികൾ ലക്ഷ്യമാക്കിയാണ് ഇന്ത്യ കയറ്റുമതി വ്യാപിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയിൽ 90% ഈ പ്രദേശങ്ങളിലെ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. കയറ്റുമതി വൈവിധ്യീകരണം, ഇറക്കുമതിക്ക് പകരം വയ്ക്കൽ, കയറ്റുമതി മത്സരക്ഷമത വർദ്ധിപ്പിക്കൽ തുടങ്ങി 3 മേഖലകൾ സജീവമാക്കാൻ വാണിജ്യ മന്ത്രാലയം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഓരോ വിപണിക്കും വേണ്ട പരിഗണന ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയുക, വ്യാപാര പ്രോത്സാഹന ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുക, ലോജിസ്റ്റിക്കൽ നിയന്ത്രണ തടസ്സങ്ങൾ പരിഹരിക്കുക എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. യു.എസ്. ഉൾപ്പെടെയുള്ള ചില പ്രധാന കയറ്റുമതി രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും പെട്ടെന്നുള്ള വ്യാപാര തടസ്സങ്ങൾക്കെതിരെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. കയറ്റുമതിക്കാരുടെ ദീർഘകാല ആവശ്യം നിറവേറ്റിക്കൊണ്ട് 2250 കോടി രൂപയുടെ കയറ്റുമതി പ്രൊമോഷൻ മിഷൻ ഉടൻ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതുക്കിയ രൂപരേഖയും ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമും പലിശ സബ്വെൻഷനും മറ്റു വിപണി ആക്സസ് പ്രോത്സാഹനങ്ങളും മിഷന്റെ ഭാഗമായിരിക്കും. 9 ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമാക്കി 100-ലധികം ഭീകരരെ വധിച്ച ഇന്ത്യൻ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം ഇസ്ലാമാബാദിൽ ഇന്ത്യൻ നയതന്ത്രജ്ഞർക്കെതിരായ പീഡനം പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട്. ഇന്ത്യൻ ഹൈക്കമ്മീഷനിലേക്കും ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ വസതികളിലേക്കുമുള്ള പത്രവിതരണം പൂർണ്ണമായും നിർത്തിവച്ചു. ഇതിനിടെ ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞർക്കുള്ള പത്രവിതരണം ഇന്ത്യയും നിർത്തിവച്ചു. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ മേൽ പാകിസ്ഥാൻ അധികാരികൾ ആക്രമണാത്മക നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ നയതന്ത്ര വസതികളിലും ഓഫീസുകളിലും പാക് അധികാരികൾ അനധികൃതമായി കടന്നുകയറുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് നയതന്ത്ര ബന്ധങ്ങൾക്കായുള്ള വിയന്ന കൺവെൻഷന്റെ വ്യക്തമായ ലംഘനമാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിരീക്ഷണത്തിന് പുറമെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിലും ഇന്ത്യൻ നയതന്ത്രജ്ഞർ പ്രശ്നങ്ങൾ നേരിട്ടുവരുന്നുവെന്ന് പറയുന്നു. പാചകവാതകം, വെള്ളം തുടങ്ങിയ അവശ്യ സാധനങ്ങൾക്കായി ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാൻ നിർത്താൻ പാകിസ്ഥാൻ അധികാരികൾ അടുത്തിടെ പ്രാദേശിക കച്ചവടക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു.
ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ചില ചണ ഉൽപ്പന്നങ്ങളുടെയും കയറുകളുടെയും കരമാർഗമുള്ള ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചു. എന്നാൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിന്റെ വിജ്ഞാപനമനുസരിച്ച് തുറമുഖം വഴി ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാം. ചണത്തിന്റെയോ മറ്റു ടെക്സ്റ്റൈൽ ബാസ്റ്റ് ഫൈബറിന്റെയോ ബ്ലീച്ച് ചെയ്തതും ബ്ലീച്ച് ചെയ്യാത്തതുമായ നെയ്ത്തുതറികളും ചണത്തിന്റെ കയറും ചണത്തിന്റെ ചാക്കുകളും ബാഗുകളും തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കാണ് വിലക്ക്. ജൂൺ 27-ന് ബംഗ്ലാദേശിൽ നിന്നുള്ള ഒട്ടേറെ ചണ ഉൽപ്പന്നങ്ങളുടെയും നെയ്ത്തുതറികളുടെയും ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചിരുന്നു. അതേസമയം മഹാരാഷ്ട്രയിലെ നവശിവ തുറമുഖം വഴി ഈ ഉൽപ്പന്നങ്ങൾ തുടർന്നും ഇറക്കുമതി ചെയ്യാം. ഏപ്രിൽ മെയ് മാസങ്ങളിലും ബംഗ്ലാദേശിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ സമാനമായ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. മെയ് 17-ന് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ ചില വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ഇന്ത്യ തുറമുഖ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഏപ്രിൽ 9-ന് മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവ ഒഴികെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് വിവിധ വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നതിനായി ബംഗ്ലാദേശിന് അനുവദിച്ചിരുന്ന ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം ഇന്ത്യ പിൻവലിക്കുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനൂസ് ചൈനയിൽ നടത്തിയ വിവാദ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടികൾ പ്രഖ്യാപിച്ചത്. ടെക്സ്റ്റൈൽ മേഖലയിൽ ഇന്ത്യയുടെ വലിയ എതിരാളിയാണ് ബംഗ്ലാദേശ്. 2023-24 ഇന്ത്യ ബംഗ്ലാദേശ് വ്യാപാരം $12,900 കോടി ആയിരുന്നുവെങ്കിൽ 2024-25 ഇന്ത്യയുടെ കയറ്റുമതി $11,462 കോടി ഇറക്കുമതി $2,000 കോടി ആയിരുന്നു. 2024 ലോകത്തെ ഏറ്റവും ഉയർന്ന കൊലപാതക നിരക്ക് വാഷിംഗ്ടൺ DC-യിലാണെന്ന് വൈറ്റ് ഹൌസ് കണക്കുകൾ പറയുന്നു. ഡൽഹിയിലെയും ഇസ്ലാമാബാദിലെയും പാരീസിലെയും ലണ്ടനിലെയും ലോകത്തെ മറ്റു പട്ടണങ്ങളിലെയും കൊലപാതക നിരക്കുകളും വൈറ്റ് ഹൌസ് റിപ്പോർട്ടിലുണ്ട്. ബൊഗോട്ട, മെക്സിക്കോ സിറ്റി തുടങ്ങിയ നഗരങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വാഷിംഗ്ടൺ DC-യിലെ കൊലപാതക നിരക്ക് കൂടുതലാണ്. DC-യെ സുരക്ഷിതമാക്കുക എന്നാണ് വൈറ്റ് ഹൌസിന്റെ സമൂഹമാധ്യമ പോസ്റ്റ്. 2024 1 ലക്ഷം പേരിൽ എത്ര കൊലപാതകങ്ങൾ നടക്കുന്നു എന്നതിന്റെ ചാർട്ടാണ് വൈറ്റ് ഹൌസ് പ്രസിദ്ധീകരിച്ചത്. 27.54 എന്ന കൊലപാതക നിരക്കുമായി US തലസ്ഥാനം പട്ടികയിൽ 1-ാം സ്ഥാനത്താണ്. ലോകമെമ്പാടുമുള്ള മറ്റു മുൻനിര നഗരങ്ങളെ അപേക്ഷിച്ച് വാഷിംഗ്ടൺ DC കൊലപാതക നിരക്കിൽ എങ്ങനെ മുന്നിലെത്തിയെന്ന് താരതമ്യം ചെയ്യുന്നതാണ് റിപ്പോർട്ട്. ബൊഗോട്ട 15.1, മെക്സിക്കോ സിറ്റി 10.6, ഇസ്ലാമാബാദ് 9.2, ഒട്ടാവ 2.17, പാരീസ് 1.62, ഡൽഹി 1.49, ലണ്ടൻ 1.1 എന്നിവയാണ് പട്ടികയിലുള്ള മറ്റു നഗരങ്ങൾ. വാഷിംഗ്ടൺ DC-യിൽ ക്രമസമാധാനവും പൊതുസുരക്ഷയും പുനഃസ്ഥാപിക്കുന്നതിനും ഭവനരഹിതർക്കെതിരെ പോരാടുന്നതിനും നാഷണൽ ഗാർഡിനെ വിന്യസിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. നഗരം ഇനി ലോകവിരുദ്ധ വ്യക്തികളുടെ സങ്കേതമായിരിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു. വാഷിംഗ്ടൺ US തലസ്ഥാനമായ വാഷിംഗ്ടൺ DC-യിൽ പോലീസ് വകുപ്പിനെ നേരിട്ട ഫെഡറൽ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലാക്കി ഡൊണാൾഡ് ട്രംപ്. ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ ഹോം റൂൾ ആക്ട് നടപ്പിലാക്കുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ക്രമസമാധാനം, പൊതുസുരക്ഷ എന്നിവ പരിഗണിച്ചാണ് വാഷിംഗ്ടൺ DC-യിൽ പോലീസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതെന്നും പകരം നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കുമെന്നും ട്രംപ് പറഞ്ഞു. നഗരം കുറ്റവാളികൾ കൊണ്ടും അക്രമി സംഘങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയെടുത്തതെന്ന് വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പോലീസ് സേനയെ ഫെഡറൽ സർക്കാർ ഏറ്റെടുക്കുന്ന നടപടിക്ക് അറ്റർണി ജനറൽ പാം ബോണ്ട് മേൽനോട്ടം വഹിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വാഷിംഗ്ടൺ DC-യുടെ കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുന്നതിന് പുതിയ നടപടികൾ സ്വീകരിക്കുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തതിന് തൊട്ടുപിന്നാലെയാണ് പ്രഖ്യാപനം. അതേസമയം തെരുവിൽ പാട്രോളിംഗ് നടത്തുന്നതിന് നാഷണൽ ഗാർഡിനെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് മേയർ ആശങ്ക പ്രകടിപ്പിച്ചു. FBI, ICE, DEF, ATF എന്നിവയുൾപ്പെടെയുള്ള 11-ലധികം ഫെഡറൽ ഏജൻസികളിൽ നിന്നുള്ള 100 കണക്കിന് ഉദ്യോഗസ്ഥരെയും ഏജന്റുമാരെയും സമീപ ദിവസങ്ങളിൽ നഗരത്തിലുടനീളം വിന്യസിച്ചിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തിന്റെ തലസ്ഥാനം ഇന്ന് സ്വതന്ത്രമാക്കപ്പെടുമെന്നാണ് ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ഇതേക്കുറിച്ച് എഴുതിയത്. നിയമവിരുദ്ധമായി കടന്നുവരുന്ന കുടിയേറ്റ തടയുന്നതിന്റെ ഭാഗമായാണ് വാഷിംഗ്ടണിലെ പൊതുസുരക്ഷ നാഷണൽ ഗാർഡിന് കൈമാറുന്നത് എന്നാണ് റിപ്പോർട്ട്.